ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇതിനെന്ത് പേര് പറയണമെന്ന് അറിയില്ല, അതുപോലത്തെ ഒരു ഫുഡാണ്. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് വെക്കുന്ന കേട്ടോ. നെയ്ച്ചോറ് വെച്ചാൽ സാധാ നെയ്ച്ചോറ് വെക്കുന്ന പോലെയല്ല, ചോറൊക്കെ വെക്കുന്ന പോലെ പുഴുങ്ങിയെടുക്കുന്നത്. പക്ഷേ അതിൽ സ്പൈസസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. പട്ട, ഏലക്കായ്, ഗ്രാമ്പ്, ലീഫ് അതൊക്കെ ഇട്ട് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം പതിച്ചതിന് ശേഷം അതിലേക്ക് അരി എടുത്തിടാണ് കേട്ടോ. നല്ലപോലെ കഴുകി വെച്ച അരിയാണ്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിട്ടതിന് ശേഷം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഓയിലൊന്നും ഒഴിക്കണില്ല കേട്ടോ. കുറേ ആയി മറ്റേ ദോശയും പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന മോനിക്ക്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ. അപ്പം അതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വാർക്കാണ് കേട്ടോ, ഊറ്റിയെടുക്കുകയാണ്. അങ്ങനെ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട്. പച്ചക്കറിയാണ് കേട്ടോ മോനിക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, അതുപോലെ ഉള്ളി, കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും ഗ്രീൻ പീസ് കുതിർത്തി വെച്ചതാണ്. അതുപോലെ തന്നെ സോയാബീനും കുതിർത്തിയിട്ട് വെള്ളമൊക്കെ നല്ലപോലെ പിഴിഞ്ഞെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുക്കറിൽ ഞാൻ ഒരു സ്പൂൺ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഉള്ളിയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഞാൻ അങ്ങനെ കൂടുതലും എനിക്ക് കൊടുക്കലില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് തക്കാളിയും മുറിച്ച് വെച്ച പച്ചക്കറി എല്ലാം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ രാവിലെ കുതിർത്തി വെച്ചതാണ് കേട്ടോ. കഴുകിയിട്ട് അങ്ങനെ ഇടാൻ പറ്റില്ല, കുതിർത്തി വെക്കണം. ഒരു 2-3 മണിക്കൂർ കുതിർത്തി വെക്കണം. അതിന് ശേഷം അതിലേക്ക് തന്നെ അതുപോലെ സോയാബീനും കുതിർത്തി വെച്ചതാണ് കേട്ടോ. അങ്ങനെ കഴുകിയിടാൻ പറ്റില്ല, കുറച്ച് കുതിർത്തി വെച്ച ശേഷം ഇട്ടതാണ്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പിത്തത്തിന് കുറേ മസാലപ്പൊടികൾ ഇട്ടത് ഭക്ഷണമൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചോളൂ, വേവിച്ചെടുത്തതല്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തത്. ഇതുപോലെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഒഴിക്കാതെയാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊന്നും കട്ട കെട്ടിയിട്ടില്ല കേട്ടോ. കട്ടാണ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ലീഫെല്ലാം ഒന്നും എടുത്ത് കളയുക, ഏലക്കായും കറാമ്പല എടുത്ത് കളയണം കേട്ടോ. അതൊന്നും അത്ര വലിയ ഇഷ്ടമല്ലല്ലോ. അത് ചോറ് വയ്ക്കുമ്പോൾ കടിക്കുമ്പോൾ അത് ടേസ്റ്റ് എന്തോ ആവും കേട്ടോ. പച്ചക്കറിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിന് മസാല ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എന്ത് പേര് പറയണമെന്ന് അറിയില്ല. എണ്ണയില്ല, എണ്ണയൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കുന്നുണ്ടെന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു പുലാബിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. പച്ചക്കറി ബിരിയാണി എന്നും പറയാം, അല്ലെങ്കിൽ പുലാബ് എന്ന് പറയാം കേട്ടോ. ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ ചോറ് ഇടുന്ന കേട്ടോ. പിന്നെ മുകളിൽ തന്നെ കേട്ടോ ഞാൻ ചോറ് ഇട്ട് കൊടുക്കുന്നത്. ചോറ് ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. സാധാരണ വെക്കുന്നത് കുറച്ച് നെയ്യ് ഒഴിച്ച് രണ്ടി മുന്തിരിങ്ങയൊക്കെ വറുത്തിട്ടിടാം, ഉള്ളി വറുത്തിട്ടിടാം, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു പുലാവിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല തൈരും പിന്നെ അതുപോലെ തന്നെ പപ്പടം പൊരിച്ചതും തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കനും ബീഫൊക്കെ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.